ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ കടുത്ത നിലപാടിലാണ് നെതന്യാഹു. തടയാൻ പോയിട്ട് തളർത്താൻ പോലുമാവില്ല, വിജയം വരെ പോരാടുമെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഞങ്ങളെ തടയാനും കഴിയില്ല, ഗാസയിൽ സൈന്യം വിജയം വരെ പോരാട്ടം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. വെടിനിർത്തലിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ ഗാസയിൽ സൈന്യം പോരാട്ടം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ ഹമാസിനോടുള്ള ഇസ്രയേലിന്റെ ഈ പക എന്നാണ് അവസാനിക്കുക? ഈ അടങ്ങാത്ത പകയ്ക്ക് പിന്നിൽ മറ്റെന്തൊക്കെ കാരണങ്ങളാണുള്ളത്? പരിശോധിക്കാം വിശദമായി. ഞാൻ ആതിര. അവസാനം വരെ പോരാട്ടം തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. വലിയ വേദനയുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങളെ തടയാൻ കഴിയില്ല, ഞങ്ങൾ വിജയം വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഗാസയിൽ ഉടനടി മാനുഷിക വെടിനിർത്തലും എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് UN പൊതുസഭ കഴിഞ്ഞ ദിവസം നിർബന്ധിത പ്രമേയം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. അതിനിടെ ഗാസയിൽ കര ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകകരമായ ആക്രമണങ്ങളിലൊന്ന് തങ്ങളുടെ സൈന്യത്തിന് നേരിടേണ്ടി വന്നുവെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഹമാസിന്റെ പതിയിരുന്ന് ആക്രമണത്തിനിടെ 9 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ ഗാസയിൽ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും അത് വലിയ അബദ്ധമായിരിക്കുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹാൻ പറഞ്ഞു. അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെതിരായ യുദ്ധം ഇസ്രയേൽ തുടരുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രയേലിന് അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുന്നെന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര പിന്തുണയുടെയോ അല്ലാതെയോ ഇസ്രയേൽ ഹമാസിനെതിരായ യുദ്ധം തുടരുക തന്നെ ചെയ്യും. നിലവിലെ ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ എന്നത് ഭീകര സംഘടനയായ ഹമാസിനുള്ള ഒരു സമ്മാനം മാത്രമാണ്. അത് ഹമാസിന്റെ തിരിച്ചുവരവിനും വീണ്ടും ഇസ്രയേൽ നിവാസികളെ ഭീഷണിപ്പെടുത്തുന്നതിനും കാരണമാകും എന്നും എലി കോഹാൻ കൂട്ടിച്ചേർത്തു. ആഗോള കപ്പൽ പാതകൾ സംരക്ഷിക്കുന്നതിന് ഫലപ്രദമായും ആക്രമണാത്മകമായും പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഗാസയിലെ യുദ്ധത്തെ ചൊല്ലി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും കാണാൻ ഇസ്രയേലിലേക്ക് പോകാനിരിക്കെയാണ് പുതിയ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. സള്ളിവൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായും മന്ത്രിസഭയുമായി പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു. ഗാസയോടുള്ള ഇസ്രയേലിന്റെ ക്രൂരതയിൽ അപലപിച്ച് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റെത്നോ മർസുദി രംഗത്തെത്തുന്നുണ്ട്. ഗാസയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം സ്വയം പ്രതിരോധമല്ലെന്ന് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റെത്നോ മർസുദി അറിയിച്ചു. ജനീവയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 18,000 പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയ്ക്ക് എതിരായ മാസങ്ങൾ നീണ്ട ഈ ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രയേലിന്റെ മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ പലസ്തീനിൽ, പ്രത്യേകിച്ച് ഗാസയിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായും മർസൂദി പറഞ്ഞു. പലസ്തീന്റെ അടിസ്ഥാന അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് സിവിലിയന്മാരെ കൊല്ലുകയും ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ സ്വയം പ്രതിരോധമല്ല, മറിച്ച് ഈ പ്രവർത്തികൾ ന്യായീകരിക്കാൻ കഴിയുകയുമില്ല. അവ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ വ്യക്തമായ ലംഘനങ്ങളാണെന്നും അവർ വ്യക്തമാക്കി. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസ് ദുദ, പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് അൽമാൽക്കി എന്നിവരുൾപ്പെടെയുള്ള മറ്റ് പാനലിസ്റ്റുകൾക്കൊപ്പം മനുഷ്യാവകാശങ്ങളെപ്പറ്റി ഒരു വട്ടമേശ പരിപാടിക്കിടെയാണ് താൻ ഈ കാര്യങ്ങൾ ഉന്നയിച്ചതെന്നും മർസൂദി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം 193 അംഗ UN ജനറൽ അസംബ്ലി കഴിഞ്ഞ ദിവസം ഗാസയിൽ മാനുഷിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന നോൺ ബൈൻഡിംഗ് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞയാഴ്ച ഈ നിർദ്ദേശത്തിൽ USന്റെ വീറ്റോയെ തുടർന്ന് UN സുരക്ഷാ കൗൺസിൽ സമാനമായ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. പ്രമേയം അംഗീകരിക്കുന്നതിനുള്ള സുരക്ഷാ കൗൺസിലിന്റെ പരാജയം കാലഹരണപ്പെട്ട ബഹുമുഖ സംവിധാനത്തിന്റെ പരാജയത്തെ പ്രതിഫലിക്കുന്നതായും മർസൂദി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ചർച്ചകൾ തുടരെ നടക്കുകയും യുദ്ധം തുടർക്കഥയുമാകുമ്പോൾ പെട്ടുപോകുന്നത് സാധാരണ ജനങ്ങളാണ് എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.